ഹലോ. ബിഗ് ഫാൻ ജംബർ ബ്രോ. എവിടെയാ ബ്രോ? ശരി. എൻ്റെ ഹോസ്പിറ്റൽ എവിടെ? ആ കിട്ടും കിട്ടും കിട്ടും. വരും വരും. ഓ പറ ബ്രോ. ആരെ? അവനെവിടാ? അവനെവിടാ? ഓക്കെ. എനിക്കറിയാൻ പേടിയില്ല. പക്ഷെ അവസാനത്തെ ചെത്ത് എന്നതായിരിക്കും. ഹായ് ബ്രോ. ഈ ചുവന്ന മുടിയാണോ ജിബ്രൂട്ടൻ? ഒന്നുമില്ല ബ്രോ, ഒന്നുമില്ല. ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ബ്രോ, ഒന്ന് ഇവിടെ നിന്ന് ബ്രോ. ഒരു ഫോട്ടോ എടുത്തോട്ടോ ബ്രോ, ഒരു മിനിറ്റ് ബ്രോ. ഏ കിട്ടിയില്ല ബ്രോ. ആ ബ്രോ ബ്രോ പിന്നെ വല്ല എടുത്തോളാം ബ്രോ. അതെ ബ്രോ, ഭയങ്കര മോശം ബ്രോ. അയ്യോ 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 സൗണ്ട് എത്തിന്നിട്ട്. എനിക്ക് ഓർമ്മ ജിബ്ര ഇങ്ങനെ ഒന്നുമില്ല. അയ്യോ അയ്യേ ഓ പറ ബ്രോ. ആറേ എന്ത്? ഞാനൊന്നാവത്തില്ല, എനിക്കാരും അറിയത്തില്ല. എന്നിട്ട് എന്ത് ചെയ്യേ? അയ്യോ ചത്തേ. അല്ല ഒന്നും പറ്റിയില്ല, ഒന്നും പറ്റിയില്ല. ഒരു കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. ഓ വളവിന്റെ കാര്യം ഓർമ്മിപ്പിക്കൽ. ഒരു വളവ് കഴിഞ്ഞ് വന്നതേ ഉള്ളൂ. ഇപ്പൊ കേറിയിട്ടുള്ള വീട്ടിൽ വരുന്ന വഴിക്ക് പെരുമഴ. ബുള്ളറ്റിന്റെ ബ്രേക്ക് കുറച്ച് ടൈറ്റ് ആയിരുന്നു മുന്നിൽ. പടക്കോന്ന് നടക്കുന്നത് ഒന്ന് കിടത്തി വളർത്തതാ. അല്ലല്ലല്ല. അയ്യോ പറ്റിയെന്ന് വെച്ചാൽ നാളെ രാവിലെ അറിയാം. അവിടെ ഇവിടെ പെയിന്റ് ജോബ് പോയിട്ടുണ്ട്, പുതിയ പെയിന്റ് അടിക്കാൻ. ഗോൾ അടിച്ചല്ലോ. ചെയ്യാനാ, വീട്ടിൽ പറയാൻ പോലും പറ്റൂല.
ഹലോ. ഇത് ആൻഡ്രൂ ടീറ്റ. ഇത് ടേറ്റ. ഇത് ടറ്റ. പോരാ. അയ്യോ സൗണ്ട് എടാ. വീരൂട്ടി ഇതെന്തത് ഇവിടെ എന്താ സാറേ? അയ്യോ ഇതേ ഒരു തോക്കൊക്കെ താഴെ കിടക്കുന്നു. ഓ പുറത്തോട്ട് ഒന്ന് മാറുകയാണെങ്കിൽ ഇച്ചിരി പുറത്തോട്ടിറങ്ങാൻ സ്ഥലം തരുമോ? സത്യം കൊളിച്ചേക്ക. കൊച്ചിന്റെ ഒരു പെൺകുച്ചിന്റെ അവിടെ സമയം വെച്ച് കൺട്രോൾ പോലെ സാറേ ഈ മാസ്ക് ഇട്ടെന്ന് റോബറിക്ക് പോണെന്നൊക്കെ പറയാം സാറേ. ഇവൻ സാറേ ഇവനെ പറഞ്ഞ സാറേ. സാറേ ഇവനാണ് സാറേ. ഒന്നും കേക്കാൻ പറ്റുന്നില്ല. അയ്യോ കാറി പൊളിക്കുന്നു. ജിംബ്രു ഇവിടെ ഗൺ ലൈസൻസ് ആണോ? പിസ്റ്റലൊക്കെ വേണമെങ്കിൽ ഓക്കെ. ലൈസൻസ് ഉണ്ടോ? ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടോ? ഒന്നുമില്ല. ഓക്കെ നന്നായി. അയ്യോ ഓ എന്ത് എടാ അത് കുറച്ച് പറഞ്ഞില്ല, എനിക്ക് കുറച്ച് അലർജി ഒക്കെ ഉണ്ടെന്ന്. എനിക്ക് സൂര്യൻ അലർജി ആയിരുന്നു. അപ്പോൾ എനിക്കൊരു സർജറി ഒക്കെ ചെയ്തു. ഇപ്പോൾ ഇത് കെട്ടിക്കൊണ്ട് നടക്കാനേ പറ്റത്തുള്ളൂ. ഒന്നും ഇല്ലല്ലോ. ഞാൻ പോവാ. ചിക്കു ബ്രോ എവിടാ? ഞാൻ ബ്രൂസിനായിട്ട് പീഡിന്ന് വന്നോണ്ടിരിക്കുക. നമ്മുടെ വണ്ടി പീഡി റിപ്പോർട്ട് ചെയ്തു. പിന്നെ അവനോട് ഒരു കാര്യം പറയണ്ടായിരുന്നു. ഇവനൊരു കേസ് സംസാരിച്ചു ഞങ്ങളവിടെ. എവിടെയാണ്? ഹോസ്പിറ്റലുണ്ട്. അങ്ങോട്ട് വരാം. ഓക്കേ. നിങ്ങൾക്ക് മലയാളം പറഞ്ഞാൽ മനസ്സിലാവാത്ത ചില ബുദ്ധിമുട്ടതിനുണ്ടോ? എന്താ പറ്റി? ഒന്ന് പുറത്തോട്ട് പോവാവോ? നിങ്ങൾ ഇവിടെ അവരൊരു കാര്യം ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ ബ്രോ. ബ്രോ ഇരിക്കുന്നില്ലല്ലോ ബ്രോ. ആ ഓക്കെ. എവിടെ ആര് പീഡി അല്ലാത്ത? ഓ അറിയത്തില്ല, മറന്നു. അയ്യോ വെള്ളം കുടിച്ചില്ലെങ്കിൽ ഇപ്പം ചാവും. എൻ്റെ പൊന്നെ.
ബ്രോ ഇത് എന്തൊരു ശല്യമാണ് ബ്രോ. എൻ്റെ തന്നെ മിനിമൈസ് ആയി പോകുന്നു ബ്രോ. ഇല്ല ബ്രോ, ഞാനാണെങ്കിൽ റീസെറ്റ് വരെ ചെയ്തു ബ്രോ, ഒന്നും നടക്കുന്നില്ല. സൗണ്ട് സെറ്റായി, സൗണ്ട് ഇപ്പോൾ കുഴപ്പമില്ല, സൗണ്ട് ഇപ്പം ഫുൾ ടൈം ഉണ്ട്. പക്ഷേ എന്താ തന്നെ മിനിമൈസ് ആവുക. അസൂസ് ROG എന്ത് 3060. ഓക്കെ ബ്രോ. എൻ്റെ ഒരു പ്രാവശ്യം വീണായിരുന്നു, അപ്പോഴൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇത് കഴിഞ്ഞ ദിവസം കണ്ട് തുടങ്ങിയതാടാ, ഒരു 2 ദിവസം കണ്ടു. എൻ്റെ ചത്ത് അല്ല എഴുന്നേറ്റ്. വലിയ പ്രശ്നമാണ്. പെങ്കുൻ ബ്രോ അടിച്ചു പോയി ബ്രോ എല്ലാം. എൻ്റെ എല്ലാം തന്റെ മിനിമൈസ് ഒക്കെ ആവാ ബ്രോ. എന്തൊരു ശല്യം അതറിയോ. അതൊക്കെ ഇട്ടു ബ്രോ, ഫുൾ സ്ക്രീനാ ഫുൾ ടൈം ബ്രോ. അതെല്ലാം ഇട്ടു ബ്രോ, ഒന്നും വർക്കാവുന്നില്ല ബ്രോ. പറ ബ്രോ. എന്റെ എല്ലാം ശരിയാവുന്നില്ല ബ്രോ. കള്ളപ്പന്നി ഒളിഞ്ഞു കേൾക്കുന്നു സാറേ. ഞാനിവിടെ ഇരിക്കുവാ സാറേ, ഇവരിങ്ങോട്ട് വന്നാ സാറേ. സത്യം സത്യം. സത്യത്തിൽ ഈ മഞ്ഞമുടിയുടെ പേരെന്താ? മഞ്ഞമുടി ബ്രോയുടെ പേരെന്താ? ഓ പറ. ഓ സുഖം. അതെ, ഒന്ന് മാറി നിൽക്ക് ബ്രോ. ആ ജോണിയുടെ അടുത്തെല്ലാം പോയിരുന്നു അങ്ങനെ. ചോദിക്ക്. ആരെ ആരെ? ഓ വന്നോ. ധൈര്യം ഉണ്ട് ഈ കൊല്ല്. അല്ല ഇപ്പൊ കൊല്ലടാ, ഈ പോലീസിന്റെ ഫ്രണ്ട് ഇട്ട്. ബ്രോ എന്തൊരു ശല്യമാ ബ്രോ അത്. പിന്നെയും പോയി ബ്രോ. എടാ സോറിടാ, പിന്നെയും പോയടാ. ഇത് ചുമ്മാ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക. പറ. ആ കുഴപ്പമൊന്നുമില്ല, കേക്കാം. ആ കൂടി.
എടാ ഫുൾ ടൈം അനങ്ങിക്കൊണ്ടിരിക്കണോടാ, അല്ലെങ്കിൽ അത് ചുമ്മാ പോയിക്കൊണ്ടിരിക്കൂടാ. എനിക്കറിയത്തില്ല ബ്രോ. ബ്രോ റീസെറ്റ് ചെയ്തിട്ട് ശരിയായില്ല ബ്രോ, പിന്നെ എന്ത് ശരിയാകാനാ ബ്രോ? ആരാ? അതൊക്കെ അത്രേ ഉള്ളൂ, അതൊക്കെ അത്രേ ഉള്ളൂ. ചത്ത ഇല്ല. ഇവിടെ തന്നെ അനങ്ങുന്ന പോലത്തെ വല്ല പരിപാടി ഉണ്ടോ? തന്നെ ഇങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കുന്ന വല്ല പരിപാടി ഉണ്ടോ? ഇത് ഞാൻ മടുത്ത്. അല്ലെങ്കിൽ തന്നെ മിനിമൈസ് ആയിപ്പോ അടിച്ച് കറക്കും ഞാൻ. ഇതിനൊക്കെ എന്തിനാണ് സാറിന്റെ ഐസിയു? കേസ് അന്വേഷിക്കാൻ സാറ് വന്നേ, വിവരത്തിലല്ല. സാറൊരു അച്ഛനാവാൻ പോയില്ല, സന്തോഷത്തിൽ സാറ് പറഞ്ഞത്. അങ്ങനെ കൺഗ്രാജുലേഷൻ. അതെ അതെ ആ സാറേ അതെ സാറേ. അല്ല എന്തെങ്കിലും കേസ് വന്നതിന് അന്വേഷിച്ചു. ആ സാറേ 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 ഒന്ന് പോസ്റ്റ് ചെയ്തേ. ശരിയാ സാറേ, എടുത്തോ, പെട്ടെന്ന് എടുത്തോ. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പോസ്റ്റ് ഇടാലോ. സാബു സാർ അങ്ങോട്ട് പോ സാർ. സാബു സാർ ഒരു ഫോട്ടോ എടുക്കും സാബു സാർ. സാബു സാർ നല്ല ചിരിക്കും സാബു സാർ. അത്രേ ഉള്ളു സാബു സാർ. സാബു സാർ സേ ചീസ്. സാറേ ബഗ് ഷോട്ട് എന്ന് പറഞ്ഞപ്പോ ഈ ജയിലിൽ കൊണ്ടാ നിർത്തി എടുത്ത സാധനമാ സാറേ. വേണമെങ്കിൽ എടുത്ത് വെച്ചോ, മിക്കവാറും പിന്നെ വരേണ്ടി വരും. ആ അത്രേ ഉള്ളു സാർ, അത്രേ ഉള്ളു സാബു സാർ, അത്രേ ഉള്ളു. സാബു സാർ ഹാപ്പി അല്ലേ? സാബു സാർ ഹാപ്പി അല്ലേ? സാബു സാർ മരിച്ചൊരു പോസ്റ്റർ ഞങ്ങൾക്ക് വേണ്ട സാബു സാർ. ഓ പറ 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 പറ. ഓ ആ എനിക്കങ്ങനെ അറിയാം, നിങ്ങളൂടെ അല്ലേ ഇവിടെ നടന്നത്, ഞാനല്ലോ.
മീനൂട്ടി. ആ പറഞ്ഞോ സാർ. സാറേ നമ്മള് റിസൾട്ട് നാളെ റിവീൽ നമ്മളാരേ നമ്മളൊന്നും മൈൻഡ് പോലും ഇല്ല കേട്ടോ. ഞങ്ങളെത്ര വിളിച്ചു അല്ലടാ നമ്മളൊന്നും ആർക്കും വേണ്ടല്ലോ. എടാ എന്തൊരു ശല്യോടാ. എടാ ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞാൽ എന്തൊരു. ഓ പറ സാർ. എന്ത് സാറേ 10 ലക്ഷം അങ്ങോട്ടില്ല ഇങ്ങോട്ടില്ല. ഇതുണ്ടോ ഇപ്പൊ തന്നെ അനങ്ങിയത് അതൊക്കെ. എടാ അങ്ങനെയല്ലടാ അനങ്ങുന്ന പറഞ്ഞാൽ എൻ്റെ മനസ്സിലായില്ലേ, ഞാനായിട്ട് അനക്കണം അങ്ങനെ. പെണ്ണുപിടിയാണോ പിന്നെ അവൻ ഓരോരുത്തർ പിടിച്ചു ആ കുട്ടികൾ നമ്മളോട് പറയണം അയ്യോ എന്റെ അച്ഛനാണ്. സത്യം നാളെ അടുത്തത് വരും, അത് കഴിഞ്ഞാൽ അടുത്തത് വരും. ഇതിന് നിൽക്കണം എന്താ പെങ്കുനി ഇങ്ങനെ ഉണ്ടെങ്കിലല്ലേ പറയാൻ പറ്റത്തുള്ളൂ. അത് ശരിയാണ്, കഴിവില്ല, അത് പോയിട്ടാണ്. വെറുതെ ഒക്കെ മേടിച്ചൂട്ടി. ഓ പറ. ഇല്ല അയ്യോ ചത്ത് ഇല്ല. ഇതെന്ത് ഓരോരുത്തരും ഓരോരുത്തർ താഴെ വീഴും. ഓ തോന്നുന്നു, അറിയത്തില്ല. കത്തിയെന്ന് തോന്നുന്നു. അവിടെ ലെഫ്റ്റിലോട്ട് റൈറ്റിലോട്ട് നടന്നാൽ ഫ്രണ്ടിലോട്ട് നടക്കും. അതെങ്ങനെ? അടിപൊളി. Please don't go home. Please don't leave us alone. Take me home. Take me home, baby. Ma'am, take me home. Ma'am, you take me. I
ഐ കം വിത്ത് വള്ളിയാക്കി എടാ ഒന്നോടാ ഇത്ര ചുരവാദി ഞാനെ എനിക്ക് വലിയൊരു ആവശ്യമില്ലായിരുന്നു ഞാൻ പോവാൻ നിന്നതാ ഈ പാട് കഴിയേറി അല്ല നീ അല്ലാണ്ട് വേറെ ഏതെങ്കിലും പൊട്ടൻ ഇവന്റെ ഇവൻ വിളിച്ചാ പോവാ കൂടെ. ജോഗാൻ അതൊന്ന് കട്ടാക്കി എനിക്ക് അയച്ചു തരും എന്ത് ആ സാധനം എന്ത് സാധനം? കുട്ടാ കുട്ടാ ഞാൻ ഇവിടെ കൂടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുന്നാട്ടോ നീ. എന്തുകൊണ്ടാന്നറിയാവോ? അനങ്ങാതിരുന്ന അപ്പം എന്നെ കൊണ്ടുപോകും. അതുകൊണ്ട് ആ അങ്ങനത്തെ പ്രത്യേകതര സാഹചര്യങ്ങളൊക്കെയാണ് ഇപ്പം. ഞാൻ റീസെറ്റ് ചെയ്തെന്ന് ഞാൻ റീസ്റ്റാർട്ട് ചെയ്തു. മറ്റേ അഡ്വാൻസ്ഡ് റീസ്റ്റാർട്ട് ഒക്കെ കണ്ടുണ്ടായിരുന്നു. അത് ചെയ്തു. ഞാൻ എല്ലാം ക്ലിയർ ചെയ്തു, എല്ലാം വൈപ്പ് ചെയ്തു. എന്നിട്ട് ഒന്നും വർക്ക് ആവുന്നില്ല. ഞാൻ പിന്നെ എന്ത് ചെയ്യണം? പറ. ഓക്കെ ഞാൻ പോയിട്ട് വരാവേ. അല്ല ഞാൻ പോയത് ചെയ്തിട്ട് വരാം. ഇറ്റി നേരത്തെ പറഞ്ഞ ബ്രൂസ് വെച്ചാണ് ഞങ്ങളോട് തിരിച്ചു പറയാൻ പറഞ്ഞു. ഇപ്പൊ പറഞ്ഞോ കൂടെ സസ്പെൻസോ ഇതെന്തോന്നു അതിന്റെ ബഗിഡ് സ്വഭാവം കണ്ടാണ് നിങ്ങൾ പറഞ്ഞു വൃത്തിയായിട്ട് സ്വഭാവം. എടാ ഇത് പോലടാ ഏതാ ഞാനും ഉണ്ടാ എന്റെ പേര് അമ്പിളി. ഞാൻ ബ്രോക്ക് വല്ല പാപം ചെയ്തു. നമ്മൾ ഇവരെ കണ്ടിട്ടുണ്ടോ സിറ്റിയില്? ഒന്നുമില്ല. അങ്ങനെ പറയില്ല. നമ്മൾ ഒരു കാര്യം കേട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്തിനാണത് അറിയണം. അതല്ലേ നമ്മള് മലയാളികളുടെ ഒരു ഇത്. നമ്മൾ ആരെന്ന് അറിഞ്ഞൂടെങ്കിൽ നമ്മള് നല്ല കമ്പനി ആയിരിക്കും. ഒരു കോള് പറഞ്ഞു ഇത്രയും ജഡായി സ്വഭാവം സിറ്റിയിലുണ്ടായ സത്യം സാബുണ്ട് എന്താ പറഞ്ഞാലും ഞങ്ങൾ പറയും. അതാണ് ഞാൻ ഇപ്പൊ കക്കൂസിലല്ല ചിന്തൂട്ടാ. ഇവിടുന്ന് ഫ്രണ്ടാണ് ഇവിടെ എത്തിയ സത്യം. അണ്ണാ ഡോക്ടർമാര് മറ്റേ കുരിപ്പ് സാധനം ഇല്ലേ? കുരിപ്പ് പോയി, കറണ്ട് പോയി. അല്ല KCB ഉണ്ടായി. അണ്ണാ എനിക്ക് അനങ്ങാതിരിക്കാൻ പറ്റൂലുണ്ട് ഇപ്പം. അനങ്ങാതിരുന്നാ എന്നെ കൊണ്ടുപോണ്ട. മിനിമൈസ് ആവും തന്നെ എപ്പോഴും. എന്താന്ന് എനിക്കറിയത്തില്ല. അല്ല ആക്രിക്കിടങ്ങി കൊടുക്ക്, നീ അതേ നടക്കൂ. ഉണ്ടോ 6050 അതോ 1650? അയ്യോ നിനക്ക് ലോട്ടറി അടിക്കാൻ ഞാൻ പ്രാർത്ഥിക്കും. ഒരു വമ്പൻ ലോട്ടറി എടുത്ത് തന്നല്ലേ എനിക്കത് എന്തോരം ആൾക്കാരാ നിക്കുന്നുണ്ടല്ലേ. എല്ലാരും കുറച്ച് ഇട്ടുകൊടുത്താ മതി. റിസൾട്ട് വന്നിട്ട് കൊച്ചിന്റെ ഡാഡി നീയാണെങ്കിൽ നമുക്ക് മന്തിയാണ് ചിലവ്. ചെലവ് മാസം ഞാൻ കാശ് ആ മന്ദബുദ്ധി കൊച്ചിന് വേണ്ടി മന്തി ഇറക്കുന്നു. വെസ്റ്റ് കൊറേ മന്ദബുദ്ധി കൊച്ചുകളെ ഞാൻ വിളിച്ചിറക്കും ഇപ്പൊ അനാഥാലയത്തിൽ നിന്ന്.
താല്പര്യമില്ല. എവിടുന്നോ ഏതോ ഒരു മന്തി തീരും. എടാ പൂസ ഇടപെടറാ ചോയ്ക്ക്. കിടക്കുന്നേ ഉള്ളു വരട്ടെ സാബു സാബു നീ നേരത്തെ ചെയ്തേനെ പാവം ചിരിച്ചു ഇറങ്ങിപ്പോയി പറഞ്ഞു വിട്ടില്ല നീ അവന് പാവത്തിന്. സത്യം അത് വേണ്ടായിരുന്നു സാബു, എന്നാലും അത് വേണ്ടായിരുന്നു മിസ്റ്റർ ജഡായി സാബു, അത് മോശമായി. പോവണം പൊക്കോന്ന് വെക്കണം അല്ലേ? എടാ നിന്റെ കഴിവുകളെയും കൂടി ഞാനാണ് ചെലവിന് കൊടുക്കുന്നത്. ആ എന്റെ അടുത്ത് വന്നിട്ട് കഴിവില്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വെറുതെ ഫ്രീ ആയിട്ടൊരു കൊച്ചിനെ കിട്ടിയില്ല. ഹാപ്പി ആണോ? നേരത്തിനുണ്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ കൊച്ചിനെ വെച്ച് തരാനുള്ളതുണ്ട്. പറഞ്ഞാൽ മതി ആർക്കെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ. ഞാനും ഹാപ്പിയാണ്. ഓ പറ. പോവാലോ. അതെ PC ആണ്. ഓ പറ. നിന്റെ വിഷയം കിടക്കുന്ന മറ്റേ പെട്ടിക്കൂടിന് അങ്ങോട്ടും കൂടി തിരിയുന്ന അതിനാണ് മാൻ ഫംഗ്ഷൻ. അല്ല ഞാൻ ഈ അതൊക്കെ അടിച്ചു പൊട്ടിച്ചൊക്കെ നോക്കിയതാ, ഒന്നും വർക്കാന്നില്ല. അല്ല അത് ശരി, അത് വർക്കാവാതിട്ട് ഞാൻ അടിച്ചു തന്നു, എന്നിട്ടും ശരിയായില്ല. എന്നിട്ട് ഞാൻ മറ്റേ ഓഫൊക്കെ ചെയ്ത് നോക്കി. മീനുട്ടി പിന്നെയും പോയി. ഇല്ലടാ ഞാൻ വിട്ടു. ഇനി ഞാൻ പോകുന്നില്ല ഇവിടെ വെറുതെ. പണ്ട് അറിയാലോ. എനിക്കിരിക്കാൻ പറ്റൂല. അതെ, കുറച്ച് കഴിയുമ്പോ തന്നെയൊക്കെ മൂവ്മെന്റ് ചെയ്യും, അത്രേ ഉള്ളു പ്രശ്നം. ഞാൻ മിണ്ടായിരിക്കുന്നില്ല. ചെറിയ കൊച്ചായതുകൊണ്ട് ഞാൻ ആരെ കൊച്ച ആരുടെ കൊച്ചാന്ന് നോക്കും. പറയുന്നത് കേൾക്കുന്നുണ്ട്. തന്താന്നായിരിക്കും വിളിക്കുന്നത്. റിസൾട്ട് എന്തോ ഡാഡി ജിംറൂട്ടിനാണ് വിളിക്കുന്നത്. ജിംറൂട്ട് എന്നെയാണോ? നിനക്ക് ഇപ്പൊ വിളിച്ചേ പറ്റുള്ളെങ്കിൽ നീ തിരിഞ്ഞ് കറക്റ്റ് തിരിഞ്ഞു പോകും. അപ്പൊ ഒരു വെള്ള ഷർട്ട് അവനെ വിളിക്കും. പക്കയാണോ? എന്തായാലും നിങ്ങളോട് കൊച്ചിനെ 10 കോടിക്ക് വിൽക്കാൻ നോക്കി. കമ്മീഷൻ എവിടാ? ഏതൊടിയുടെ എന്തെങ്കിലും വാങ്ങുകയില്ല 10 കോടിക്ക്. കൊള്ളാം. എടാ നായ, നീ എന്റെ അടുത്ത് 10 കോടി നീ എനിക്ക് തരാം, ആ കൊച്ചിനെ വരണമെന്ന് പറഞ്ഞിട്ട് അവൻ എന്റെ തല കൊണ്ടുപോയി. ഇതാണ് പറയുന്നത്, കൂടെ നടക്കുന്നവരൊന്നും വിശ്വസിക്കില്ലെന്ന്. ആ സത്യം, അത് പെങ്കുവിനെ ഉദ്ദേശിച്ച് മാത്രം അത് മനസ്സിലായി. ഇല്ലടാ ഞാനായിട്ട് ഇനി വിളിക്കുന്നില്ല, ഇങ്ങോട്ട് കടയിൽ സംസാരിക്കട്ടെ.
ഞാൻ കൊറേ സംസാരിച്ചല്ലേ. സെക്കേ സെക്കേ ഇതൊക്കെ ആ ലുട്ടാപ്പിയുടെ ലൊക്കേഷൻ ഒന്ന് എടുത്തു വരും, നിനക്കത് പറ്റൂ? വെറുതെ ഒരു കാര്യമില്ല, വലിയ ഗാങ്സ്റ്റർ ആണെന്ന് പറഞ്ഞ് ഓ ഹലോ ബ്രോ, മുടി വെട്ടിയപ്പോ ബാർബർ ഇച്ചിരി കയറ്റി വെട്ടി നിന്ന് കേട്ടോ, ഇവിടെ ഷേവ് ചെയ്ത് കളഞ്ഞു. ബ്രോടെ ഓ അത് ഡിസൈൻ ആണോ? അയ്യോ ഞാനോർത്ത് ബ്ലേഡ് കണ്ടിട്ട് അറിയാണ്ട് ഡിസൈൻ വരച്ചത്. ഓ ആ വിരുട്ടി ജോഹാൻ. ഓ ഞാൻ കൊറേ വിളിച്ചായിരുന്നു, അതാ നേരത്തെ ഒക്കെ കൊറേ വിളിച്ചായിരുന്നു, പക്ഷെ മൈൻഡ് ആയിട്ട് ഞാൻ വിട്ടതാ. ആ കുഴപ്പമില്ല കുഴപ്പമില്ല. അതെ എനിക്ക് അരക്കാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ, അതുകൊണ്ടാണ് അരകുന്നത്. അത് അങ്ങനത്തെ ഒരു സാഹചര്യം ആയിപ്പോയി. യോ അയ്യോ അല്ല, അത് ഇതിപ്പോ എങ്ങനെ പറഞ്ഞെടുക്കും? പെങ്കിൻ പെങ്കിൻ നീ ഏറ്റെടുത്തോ അവനെ? തന്തായ അവന് തന്നെയാണ്, അവനൊരു പ്രശ്നം ഉണ്ടാവില്ല, അവനൊന്നും കാണില്ല, അവന് മോൻ നോക്കി ഇല്ല പക്ക കൂൾ മൈൻഡ്. 3 കൂള വെച്ചിരിക്കും ചുമ്മിന്റെ അടിയിൽ. കൂളല്ലടാ, കൂൾ ബ്രീത്ത്. ഇരുട്ടി പോവാത്. കൊച്ചുപോയാലും ജീവിക്കട്ടെ, എവിടെയും പോയി ജീവിക്കട്ടെ, ഇവന്റെ കൂടെ നിൽക്കും ജീവിക്കാൻ നല്ല നല്ല. ആ 15 അമ്മത്തിനെ പിടിച്ച് ഇറക്കേണ്ട സമയമാണ്. ഇപ്പൊ ഞാൻ അറിയാത്തതാണ്, രാത്രി കഴിഞ്ഞ പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല, അവിടെ നടന്നു. ജിബ്രു നീ ഏറ്റെടുക്കോ? ഫ്രീ ആയിട്ട് മക്കൾ ജിബ്രു 10 ഉടനെ വലുതാവും നമുക്ക്. ഇവിടെ പോയാലും മാവന്മാരൊരു അടിയായി വെച്ചു. കരയട്ടാ, ഞാൻ കുറച്ച് ദിവസമായിട്ട് ഹാർഷനാണ്. അല്ല മാസ്ക് മാറ്റി നടന്നു. അയ്യോ കരയുന്ന എന്തൊരു കഷ്ടം, അരകാതിരുന്ന ആ സെക്കൻഡ് പോകും. കരയുന്ന കുഞ്ഞാപ്പി കരയുന്ന. മീനോട്ടിക്ക് അമ്പിളി മാമുണ്ട്. ഡാഡി വീട്ടിൽ ഉറക്ക കര കേൾക്കുന്നില്ല. വീട്ടി ഉറക്കക്കര വണ്ടി എടുത്തു. കണ്ട അച്ഛന്റെ മോൾ തന്നെ ഈ വൃത്തിയായിട്ടോണ്ട് കുട്ടിയോടെ മതി. അത്രേ ഉള്ളൂ. ഇതിനെനിക്ക് വേറെ തെളിവൊന്നും വേണ്ട, വൃത്തിയിട്ടവന്. അത്രേ ഉള്ളൂ. കണ്ട വണ്ടി മേടിച്ചിടാതെ കരച്ചിലൊക്കെ നിർത്തി പോന്ന് പോക്കണ്ട പോയാ കണ്ട. ഇത് തന്നെ ഇതേ ചോര. എന്റെ ഒരു പയ്യൻ പാണം ഷിബു എവിടാ? എനിക്ക് ഓർമ്മ ഉണ്ട്. എത്ര എന്തിട്ട് ഇനി വേണം
സത്യം സത്യം സത്യം. പക്ഷെ ബാക്ക് സ്റ്റാബ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ വിളിക്കുന്നില്ല. അവൻ തന്നെ ഇട്ടാ എടാ പൊട്ടറാണോ പൊട്ടറായിട്ട് അഭിനയിക്കുന്നതാണോ? അതെ. അങ്ങനെയാണോ? എന്താ കഥ എന്തോന്ന് പറഞ്ഞത്? അണ്ണ സത്യോ, ഇവൻ ഇവൻ ലോക പൊട്ടൻ. അയ്യോ ഹോ. അവനല്ലാതെ പേരുണ്ട് ഉണ്ണി. അതെ അതെനിക്കറിയാം. ഓ അതുകൊണ്ട് റോക്കറ്റ് ഷിപ്പ് മാറി ഇപ്പൊ ഉണ്ണിവാണാണ്. ഉണ്ണിവാണാണ്. അവന്റെ വീട്ടിലിരുന്ന് ഇവന് ജോഹാന് പറയാം. അതെ ഇല്ല 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 അതെ. നമ്മളെല്ലാവർക്കും ഒരു ഇൻവൈറ്റ് ഉണ്ട്. എന്തിന്? മിസ്റ്റർ ഷിക്കുടെ വക. ഷിക്കു അതാരാ? ഷിക്കുടെ ആ അതിന്റെ വക എല്ലാരും ക്ഷണിച്ചിട്ടുണ്ട്. പത്ത് മൊബൈലിൽ വിളിച്ചാൽ ഗ്രോത്ത് ഉണ്ടാവുന്നു. ആ. അല്ല അപ്പൊ ഞാൻ അസന്റ ഈ തൽസൊന്നും ഇല്ലാത്തവരോ? തൽസൊന്നും ഇല്ലാത്തവരോ? നീ എവിടെ മറ്റേ ഹോസ്പിറ്റൽ മണ്ണിൽ തലയിട്ട് അണ്ണ ഇന്നലത്തെ തമ്മിലുണ്ടായിരുന്ന ഇന്നലത്തെ ബിരിയാണത്തെ അതൊക്കെ ഇച്ചിരി വിഷയ സാധനമാണ്, ഞാൻ അയച്ചു കൊടുത്തതാ. കാണിക്കണേ എന്നാ ഞാൻ അയച്ചു കൊടുത്താണ്, ഇച്ചിരി വിഷയ സാധനമാണ്. സാധനം വിശേഷമാണ്. അത് നോക്കാൻ പോയിട്ട് അത് ഇൻസ്റ്റന്റ് ആണ്, പെട്ടെന്ന് ഈ പിടിച്ചു നിർത്താൻ പറ്റില്ല ഈ സാധനത്തില്. പറഞ്ഞ അമ്മ രാത്രം എടാ ലോൺലി വിത്ത് ഫോർ അതേഴ്സ് അതിന്റെ അതിനകത്ത് എന്തുവാ ഒരു ലോഗോ ഇരിക്കണം. ലോൺലി ഒരു മിനിറ്റ് ഞാനും നോക്കട്ടെ ഏതാ ഉദ്ദേശിക്കുന്നത്. ഈ വെളിയിലോട്ട് അതിനൊന്ന് ഇറങ്ങിപ്പോ. ഓ അത് തന്നെ അത് തന്നെ അത് തന്നെ പെർഫെക്റ്റ്. ഞാനായിരുന്നു നടക്ക് വെച്ചു കൊടുത്തില്ല. നീ കണ്ടിട്ടില്ല? ഓ പിന്നെ അത് മതിയാനൊക്കെ അണ്ണാ അത് നൈസല്ലേ നൈസല്ലേ? എന്താ ലഡുവാ? അല്ല അയ്യോ എന്തോ വരുന്നു എന്തോ വലുത് വരുന്നുണ്ട്. ആ എന്താ എന്താത്? അട മിണ്ടരുത്, ആ അടന്റെ മുമ്പിൽ ഇരുന്ന് അത് ഉണ്ടാക്കിയത്. ഓ എപ്പോഴുന്നോ അണ്ണൻ ലൈവായിട്ടിരുന്ന് കണ്ടോണ്ടിരിക്കുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. കള്ളം പറയരുത്, ഇടിക്കും ഞാൻ. ആ പിന്നെ ആ ഇല്ലല്ലല്ല ഞാൻ എത്രക്കാരല്ല. സത്യം എന്തിനാ മനസ്സ് വരുന്ന ചെറിയ ഇത്തിരി പോലും പിള്ളേരുടെ ഇങ്ങനെ എങ്ങനെ മനസ്സ് വരുന്നത്? എത്ര ക്രൂരന്മാരായ മനുഷ്യർ. മറ്റൊരു ഡയലോഗ് ഉണ്ട്, മോൻ ചെയ്തതിനെല്ലാം ദൈവം പോലെ തിരിച്ചു തരുമല്ലോ. അതെ അതെ എന്തോ പ്ലാൻ തിരിച്ചു മേടിക്കാനേ തയ്യാറായിരുന്നോ ജോഡിക്ക്? കത്തി ജിംബ്രു ഇത് വിഷയാണെന്നോ ജിംബ്രു? എനിക്ക് തോന്നുന്നത് കൂടെ ചതിക്കുന്നു. അതെ ബ്രോ, നമ്മള് സാബോട്ടന്റെ ബ്രോയാണ്. എടാ വൃത്തിയേട്ടന്മാരെ, എടാ ജോനാനെ, നീ പട്ടിട്ടിട്ടവൻ, നിന്നെ ആരും ഇല്ലാത്തപ്പോ നിന്നെ റോട്ടിൽ നിന്ന് എടുത്ത് ട്രൗസറും പാന്റ് വാങ്ങിച്ചെന്ന് ആരടാ? സാബുണ്ണൻ കൊള്ളപ്പന്നി. അതുകൊണ്ട് ഇവിടെ എന്നെ കണ്ടിട്ടുണ്ട്. അല്ല ഞങ്ങള് സാബുണ്ണ ആദ്യം കണ്ട്. അതെ ഡേയ് അപ്പൊ ഞാനോ? എടാ ഞാൻ പറയാ ഓർഡർ. ആദ്യം ജിംബ്രു കണ്ടു, അത് കഴിഞ്ഞിട്ട് ഫിക്സർ, അത് കഴിഞ്ഞിട്ട് സൈബൺ, അത് കഴിഞ്ഞിട്ട് ഞാൻ, അത് കഴിഞ്ഞിട്ട് സ്മോക്കി.
അത് കേട്ട് പിന്നെ എനിക്കറിയത്തില്ല. അത് കേട്ട് പിന്നെ എല്ലാ പടപടയെന്ന് പറഞ്ഞ് വരുമായിരുന്നു. സത്യം. നീ എൻ്റെ അനിയനാ, മനസ്സിലായോ ജോണി? ആ അത് മൂട് പോയി. ഇനി പിന്നെ കാണാം. സത്യം. അത് വെച്ചായിരിക്കും ഉണ്ടാക്കിയത്. ഞാൻ ഒരുത്തനെ തപ്പിപ്പിടി തല്ലാൻ പോകുന്നു. ഒറ്റയ്ക്ക് പോകും. രാവണ്ണ ലുട്ടാപ്പി. കേട്ടോ, പെങ്ക്വിൻ പറയുന്നതേ, പെങ്ക്വിനാണ് ജിംബ്രൂഡായിട്ടും ഒക്കെ മുമ്പ് അണ്ണനെ കണ്ടത്, ഞങ്ങളെ കണ്ടത്. എടാ നിങ്ങളെക്കാളും മുന്നാടി നിന്നെ അണ്ണനെ കണ്ട ഞാനാണ് ഇവിടെ. അല്ല അല്ല അല്ല, ഞാൻ കറക്റ്റ് ഓർഡർ പറയാണ്. അണ്ണൻ, ജിംബ്രു, ഫിക്സർ, സൈമൺ, ഞാൻ, സ്മോക്കി. അത് കേട്ട് പിന്നെ എല്ലാം തറപറ എന്ന് പറഞ്ഞിട്ട് വരുമായിരുന്നു. അപ്പൊ ഞങ്ങളൊക്കെ തറപറ. അതെ അതെ ഞാനൊക്കെ കൊതോടെ വരുന്നു പണ്ടേ. അതെ. ഈ കൊടവുകൊടവാണ്. എന്റെ വലത്തേക്ക് എന്തിയോ അടുത്തേക്ക് എന്തിയോ. ചങ്ങലക്കൂട്ടം പോലെ ഒരൊറ്റ പോയിന്റ്. അണ്ടി. അയ്യോ, നല്ല വണ്ടി. ഞാൻ ഓടിച്ചിട്ട് വരാം. അത്രേ ഉള്ളൂ ജിംബ്രു. കൊള്ളാം കേട്ടോ. റെഡി അടിച്ചിട്ട് വരാം. ബും. എടേ എടാ, ഇത് വിഷയ സാധനം. ഡേ എടാ, ഇത് എന്ത് സ്പീഡാടാ. ഓടോ, കിട്ടില്ല ബ്രേക്കും ഉണ്ടോ. സത്യം. ഈ വണ്ടി എനിക്ക് തരുമോ? ഞാൻ വേറെ വണ്ടി തരാം. ഞാൻ ഐറ്റലി എന്ന് പറയുന്നൊരു വണ്ടി തരാം. കിടിലം വണ്ടി, അത് പറക്കുക വണ്ടി. മീനൂട്ടി, ആ വണ്ടി തരുമോ? ഞങ്ങൾ വേറെ വണ്ടി തരാം. ഒരു ഐറ്റലി എന്ന് പറയുന്നൊരു വണ്ടി തരാം. ഇത്രയും വലുതൊക്കെ ആയ പോരെ? മീനൂട്ടിക്ക് പറ്റിയതല്ല വണ്ടി. എന്തോ വച്ചാ വണ്ടിക്ക്. കിട്ടിയില്ലേ? ചോദിച്ച് മേടിക്ക്. ദേ പോന്നു. എന്നാ ദൈവത്തിനെ ഒന്നുകൂടെ വിളിച്ചിട്ട് പറ തരാൻ, പേരിൽ എഴുതി തരാൻ. അടിയൊന്നും കിട്ടൂല. ഞാൻ പകരം വേറെ വണ്ടി തരാന്ന് പറ. ഇതെന്താ? ഓ പേടിയാണ് ബ്രോ. ഒന്ന് ചെയ്തു ബ്രോ, പാവോ ബ്രോ. ഞാൻ ഐറ്റലി എന്ന് പറയുന്നൊരു വണ്ടി ഉണ്ട് ബ്രോ, കിടിലൻ വണ്ടിയാണ്. ഒരു മിനിറ്റ് എടുക്കട്ടെ. അയ്യോ പൊന്നി. എന്ത് ഈ വണ്ടി സൂപ്പർ വണ്ടിയല്ലേ? മീനൂട്ടി, ഈ വണ്ടി സൂപ്പർ വണ്ടിയല്ലേ? ആ മീനൂട്ടിക്ക് നമ്പർ തരാം. ഓ തരാം. അയ്യോ, അക്സെപ്റ്റ്. ജിംബ്രുവിൻ്റെ കിട്ടി. ഷെയർ. എടാ ജിംബ്രു ഫോൺ എടുക്ക്. ആ ജിംബ്രൂട്ട് കിട്ടിയില്ലേ? ഓ എൻ്റെ പൊന്നെ, ചത്ത നിർത്ത്. കിട്ടോ എനിക്കില്ലെന്ന്. ആ കിട്ടി. മീനോട്ടി ദേ ആ വണ്ടി തരാം. നല്ല വണ്ടിയല്ലേ? ദേ ആ പച്ച വണ്ടി ദേ ഈ കിടക്കുന്ന ഇവിടെ. ഉയ്യോ, അത് മീനോട്ടിക്ക് ഇച്ചിരിയോടെ വലുതാകുമ്പോ കിട്ടും. കസ്റ്റം പ്രീമിയം കസ്റ്റം വണ്ടി, വിഷയം വണ്ടിയാണ്. ഓ പറയടാ.
ജസ്കോ ഇവിടെ ഉണ്ടോ? ഉണ്ടെന്ന് തോന്നി, ഞാൻ കണ്ടെന്ന് എൻ്റെ ഓർമ്മ. അത് ദൈവത്തിനെ വിളിച്ചെങ്കിൽ മേടിക്ക്. അടിയൊന്നും കിട്ടൂല. ഈ വണ്ടി ഞാൻ പകരം തരാന്ന് പറ. ആ ഓക്കെ, ഡീൽ ഡീൽ. വാ ഗരാജ് വാ. എടാ ഇതെൻ്റെ അതെ അൺലോക്ക് ചെയ്തു. ഇതേ ഞാനിപ്പോൾ വിളിച്ചു വരുത്തിയതാ വണ്ടി. എടാ ഒരു വിഷയമില്ല, കിടിലം വണ്ടി എന്ന് പറഞ്ഞാൽ കിടിലം വണ്ടി. നീ ഓടിക്ക്. ആ വണ്ടിയല്ല ഈ വണ്ടി. ബ്രോ ഇത്തിരി സ്റ്റാർട്ടിങ്ങിന് ഇത്തിരി പ്രശ്നമുണ്ട്, ബ്രേക്കിങ്ങിന് ഇത്തിരി പ്രശ്നമുണ്ട്, സ്പീഡ് ഇച്ചിരി കുറവാണ്, കൺട്രോൾ പറ്റില്ല, അങ്ങനത്തെ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട് ബ്രോ. കണ്ടോ വിഷയം വണ്ടിയല്ലേ, കിടിലം വണ്ടിയല്ലേ. അതാണ് ആ മിനി കൂപ്പർ എനിക്ക് തന്നു. ആ പിന്നെ അത് മിനി കൂപ്പറാ ബ്രോ. ഓ ഇത് വേറെ പഴയത്, മറ്റേ ബംബിൾ ബി. ഓ പറ പറ പറ, ഞങ്ങള് ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ടോ. വെള്ളം 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 വെള്ളം. ചത്തി ചത്തി ചത്തി, ഞാൻ ചത്ത്. ഓ ചത്തില്ല, രക്ഷപ്പെട്ടു. അപ്പൊ എങ്ങനെയാ ജിംബ്രു ബ്രോ, ആ വണ്ടി അങ്ങ് എടുക്കുമല്ലേ? കഷ്ടമുണ്ട് ബ്രോ. ബ്രോ പക്ഷെ ഇത് കണ്ട ലുക്ക് കണ്ടോ ബ്രോ, വിഷയം വണ്ടിയാണ്. ഓ പറ ബ്രോ. ഓ ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ടല്ലോ, ഫ്രണ്ടിലുണ്ട്. എത്തി ആ ടാറ്റാ. ഇടിച്ചിട്ട് അമ്മേ അയ്യാ. ഓ കുഴപ്പമില്ല. ആ സൂര്യ ബ്രോ ഒരു മിനിറ്റ് ഒന്ന് ഇങ്ങോട്ട് സൂര്യ ബ്രോ തോന്ന്, സൂര്യ ബ്രോ സൗണ്ട് 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 ജോണി 2.0 ഇത് ജോണി ജോണി ഇതാണ് നിന്റെ 2.0 വെർഷൻ. ബാറ്ററി സുര. ഓ ആ ഈ ജിംബ്രൂട്ടർ, ഈ റെഡ് കുട്ടിയുണ്ട് ജിംബ്രൂട്ടറിന്റെ പേര്, അവരെ കൊണ്ടൊക്കെ അവര് ഭയങ്കര ഇഷ്ടതൊക്കെ. അമ്മേ അയ്യോ ജോബരി ഒക്കെ എടുത്ത്. എനിക്ക് വേണ്ട നമ്മളൊക്കെ ഹാപ്പിയാണ്. ഡേയ് ഡേയ് ആ കത്തിപ്പോയി. ഓ പറയടാ പറ ഇറങ്ങിക്ക്. ഡാക്സ് ഇല്ലെന്ന് തോന്നുന്നു. ഡാക്സ് എന്നെ 10-20 പ്രാവശ്യം കഴിഞ്ഞ ദിവസം വിളിച്ച്. ഉണ്ടോ? പോടാ ഇറങ്ങി. ഓ എന്ത് ആ ചുമ്മാരി ജിംബ്രു, നിനക്ക് പോരാഗ്രഹം ഉണ്ടെങ്കിൽ പൊക്കോ, കുഴപ്പമില്ല. ഈ ജഡായി സാബു ഉണ്ട്, ജഡായി സാബുവിന് ഭയങ്കര ഇഷ്ടം ഇതൊക്കെ. ആയോണ്ട്
ഫിക്സറിനെ കൊണ്ട് അറിഞ്ഞായിരുന്നു അണ്ണൻ. ഫിക്സറിന്റെ ആ അണ്ണ ഫിക്സറിനെ കൊണ്ടുപോയതാ അറിയാവോ? ഫിക്സറിനെ കൊണ്ടുപോയതാ. ഫിക്സറിനെ കണ്ടില്ലെന്ത് എന്താ അത് ഫിക്സർ സത്യം അതെ അതെ ഫ്രീ ഓഫ് കോസ്റ്റ് നോ റെസ്പോൺസിബിലിറ്റീസ്. ഓ പറയടാ. എടാ ഫിക്സർ ഇല്ലടാ. എന്താ ഫിക്സർ ഇല്ല. സത്യം സത്യം. ആരാണ് എന്താടാ? എനിക്ക് പണിയൊന്നും കിട്ടിയിട്ടില്ല. അയ്യാ ആ ഗ്രീറ്റിങ്സ് വേണമെന്ന് വെച്ചപ്പോഴേ ഞാൻ വേണ്ടെന്ന് പറഞ്ഞ ഒഴിവാക്കിയതാ. എനിക്കറിയരുത്. എനിക്ക് ബുദ്ധിയുണ്ട്, ബോധമുണ്ട്. അവരെപ്പോലല്ല. ആ കൊണ്ടുപോയി ചത്ത്. ഓൾ ദ ബെസ്റ്റ് അണ്ണാ. ഞാനല്ല ജഡായി സാബ്. അണ്ണ ഉണ്ടെങ്കിലല്ലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്ത് ചെയ്യാനാ? അണ്ണ ഇവന്റെ ഡാഡിക്ക് ഒരു ഡേഞ്ചർ ഓവർ ഉണ്ട് കേട്ടോ. ആ ഗ്രീറ്റിങ്സ് കൊടുക്ക്. കൊറേ നേരമായിട്ട് ചോദിക്കുന്നല്ലേ പാവം. ഓയ് പോയാ കത്തിയാ? ഇല്ല. അതെന്ത് വരുന്നു? കറണ്ട് അടിച്ച. ഓ പാ എടാ സാബുവിന്റെ ഗ്രീറ്റിങ്സ് കൊടുത്തടാ. സാബുവിന്റെ ഗ്രീറ്റിങ്സ് കൊടുത്തു. ഹലോ. ഓ പറ. പോവാം. ഞാൻ റെഡി. ഓ പോ. ആ റെഡി. 169. ഓക്കെ. അല്ല സാബണ്ണ ഞാനും ജിംബ്രവും റോബറിക്ക് പോവാ. വരുന്നോ? ചാബ് ഈശ്വര. എനിക്കിതുമായിട്ട് യാതൊരു ബന്ധമില്ല. ഞാൻ ഇവിടെ മാറി നിൽക്കുക. നിന്റെ കൂടെ ഞാനില്ല. അയ്യേ എടാ റേഡിയോ 169 കയറാനൊക്കെയാണ് പറഞ്ഞത്. റേറ്റ് നോക്കട്ടെ. അത് 170 ഞാൻ പറഞ്ഞു. ഞാൻ വിളിച്ചു ചോദിക്കാം ഒരു മിനിറ്റ്. എന്റെ ഇടിക്കല്ലേ? അയ്യോ. ആ ജോഡി ഞാൻ വരുന്നോ? കയറോ. റേഡിയോ നമ്പർ എന്താ? 169. എടാ നിന്നെ കൊണ്ട് എടാ തിരിച്ചുകൊണ്ടോ. എടാ ജിംബ്രു ഉണ്ടെന്ന്. അവനുണ്ടെന്നാ പറഞ്ഞേ. ബാക്കോ ആ ഹോസ്പിറ്റലിൽ കൊണ്ടോ. എടാ വരുവാ. അയ്യോ ആ അല്ല എൻ്റെ വണ്ടി ഇവിടെ കിടപ്പുണ്ട്. ഇറങ്ങാം. ജിംബ്രു 169 റേഡിയോ കയറ്. എന്നിട്ട് ബാ വണ്ടി കയറ്. ജോണി ഞാൻ എൻ്റെ വണ്ടി എടുത്തോണ്ട് വരാം. വെയിറ്റ് ചെയ്യാം.
ജിംബ്രോ കയറി കയറി കയറി. ഓ പറ. ഓക്കെ എടാ നീ ഒന്ന് മാർക്ക് ചെയ്യോ സാബണ്ണ? ഓക്കെ എടാ സാബണ്ണും കൂടെ ഉണ്ടെന്ന് കേട്ടോ ജോണി. ഓക്കെ ഹോസ്റ്റേജ് ഉണ്ടോ അതോ ഹോസ്റ്റേജ് ശരിയാ? ഓക്കെ 80 പറഞ്ഞേ? ഓക്കെ ഡ്രസ്സ് മാറിയിട്ട് വരണോ അതോ അവിടെ നിന്ന് പോയിട്ട് വന്നി പിന്നെ മതിയോ? ഓ ഇത് എത്തി. 80 അവിടെ ആ ഇതല്ലേ ഞങ്ങളിവിടെ ഉണ്ട്. 80 ഉണ്ട്. കേറി കേറി. ഞാൻ ജോഹാനല്ല, ഞാനാരാ എനിക്കറിയത്തില്ല. ഒരു ആ പീടിയൊക്കെ ഉണ്ടോ അപ്പം? ആ 7 പീടിയുണ്ട്. ഓക്കെ ജോഹാനാരാ? ഞാൻ ജോനാനാ. എന്താ പ്രശ്നമുണ്ടോ? ഫിക്സർ ആരോ എനിക്കറിയത്തില്ല. ഓ നീയോരോ ഒരു പേരെന്തോ? ആ കണ്ണും കുത്തിപ്പൊട്ടിക്ക്. മത്സരത്തിന് വന്നിരിക്കുന്നതാ. ആദ്യം ഇതിന്റെ കത്തി എന്റെ ഒന്നുമില്ല. നീ എവിടെ പോന്നു? വേണ്ടത് വണ്ടിയൊക്കെ ലോക്ക് ചെയ്തോ? ഓ കാശുണ്ടോ? ബ്ലാക്ക് ഉണ്ടോ? ബ്ലാക്ക് അതുകൊണ്ട് എന്തെങ്കിലും ആവോ? എനിക്ക് തോന്നില്ല. ഞങ്ങളുടെ കൂടെ പോയിട്ട് വരാം. ഓക്കെ വെറുതെ മാസൊക്കെ അടിച്ചിട്ട് താഴെ വീടല്ലോ. എന്താ ബ്രോ ഇങ്ങനെ? നീ അല്ലാണ്ട് ആര്? ആ എവിടാ? MG അല്ലേ? ഇവിടെ MG എവിടെയായിരുന്നു? അത് മറന്നു. ഹലോ പൈസക്കാരൻ സാബു ആണോ?
എനിക്കങ്ങനെ അറിയാനാ. ഞാൻ വേറെ തന്നെ, ഇത് വേറെ റേഡിയോ. എന്നോട് പറ 169 കയറാൻ. വിളിച്ചിട്ട് വരാൻ പറ്റില്ലല്ലോ. നിന്റെ അണ്ണം വിളിച്ച് മെയിനാവുന്നത് നിങ്ങളൊക്കെ അവിടെ നിന്ന് വിളിക്കുന്നു. അങ്ങനെ വിളിച്ചപ്പോ അങ്ങനെ പറ്റൂല വരാൻ. റോബർ അടിക്കാൻ ഞാനൊന്നൊക്കെ വിളിച്ചു. ശരി ഞാനും വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ SMG ഉപയോഗിക്കാം ബ്രോ. 30 മണി കിട്ടാനല്ലേ നമ്മൾ റോബർ അടിക്കുന്നത്. അതെ ബ്രോ, എന്നിട്ട് 80 മണി വെച്ചിട്ടാണ് റോബർ അടിക്കുന്നത്. അതെ ബ്രോ. ഈ മയില് ഒരു മിനിറ്റ്, എന്താ അടിക്കുന്നത്? റോബർ അല്ല ഏത് റോബറി? എന്താ വേണ്ട സാധനം എന്തൊക്കെയാ? അതിന് എന്തൊക്കെയാ വേണ്ടത് പറ. ആര് കയറാൻ മറ്റേ 3 ഡ്രില്ല് വേണം. ആ എൻ്റെ കയ്യിലുണ്ട്. ഉണ്ടാ എടുത്തു. മണി ബാഗ് ഉണ്ടോ? അതുകൊണ്ട് അത് എത്ര എണ്ണം ഉണ്ട്? അത് 3 എണ്ണം എടുത്തേക്കാല്ലേ. 4 എനിക്ക് ആ പാടെ 3 എണ്ണം ഉള്ളൂ. ലാപ്ടോപ്പ് വേണ്ട? ലാപ്ടോപ്പ് വേണ്ട? ലാപ്ടോപ്പ് ഹാക്ക് ചെയ്യാൻ ലാപ്ടോപ്പ് അത് 3 എണ്ണോ? അത് 3 അവസ്ഥ. ഒരെണ്ണം കൊണ്ടൊക്കെ മതിയാവൂ. USB ഉണ്ടോ എൻ്റെ? USB ഉണ്ട്, എല്ലാം ഉണ്ട്. എന്നാ എല്ലാം എടുത്തു. എന്തൊക്കെ സാധനം വേണ്ടെന്ന് പറഞ്ഞത്? 3 ഡ്രില്ല്, ഒരു മണി ബാഗ്. ലാപ്ടോപ്പ് USB ഒന്നും വേണ്ട. ഒന്നുകൂടെ നോക്കട്ടെ, വെയിറ്റ് ചെയ്യും. ഒരു മണി ബാഗ് മതിയോ അതോ 3 മണി ബാഗ് വേണം? ഞാൻ പറ 3 ഡ്രില്ലും മണി ബാഗ് ഒന്ന് മതിയോ? ഓക്കെ. അപ്പം മറ്റേ USB ലാപ്ടോപ്പ് ഒന്നും കാണുന്നില്ല വർക്ക്. മണി ബാഗ് അതൊക്കെ നിനക്കറിയത്തില്ലേ, നിങ്ങൾക്ക് വേണമെന്ന് അറിയാം. കാരണം മണി ബാഗ് ഡ്രില്ല് പോരെ. മണി ബാഗ് ഡ്രില്ലേ കാണുന്നുള്ളൂ. എനിക്ക് തോന്നുന്നു വേണം. ചോനൊന്ന് നോക്കി പുറത്ത്. എടാ പുറത്ത് പക്ഷെ അപ്ഡേറ്റഡ് അല്ലെന്നാ പറഞ്ഞത്. അപ്പം ഒന്ന് ഹെൽപ്പ് ഇട്ടിട്ട് ചോദിക്ക്. വണ്ടി ഞാൻ കാണിച്ചു. എടാ ഒന്ന് ഡ്രസ്സപ്പ് ചെയ്യട്ടെ, ഒന്ന് ഡ്രസ്സ് മാറിയിട്ട് വരാം. ജിംബ്ര നീ ഒന്ന് ഹെൽപ്പ് ഇട്ടൊന്ന് ചോദിക്കേ എന്താ വേണ്ടതെന്ന്. അങ്ങനെ ചോദിച്ച കാര്യമില്ല. ആ എന്തോ എടാ എടാ പൊട്ടാ. എടാ ട്രിഗർ ചെയ്തിട്ട് വെറുതെ പോത്തില്ല. ട്രിഗർ ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യണം. എന്ത് വേണം നോക്കട്ടെ. യു നീഡ് ടു ബി ആംഡ് ടു സ്റ്റാർട്ട് എ റോബറി. ആം ചെയ്യാലോ, പിന്നെന്ത്? ഹാക്ക് വോൾട്ട്. ദർ ഈസ് ആൻ ഓൺ ഗോയിങ് ബാങ്ക് റോബറി ഓൾറെഡി. ഓക്കെ വാ. ഓൺ ഗോയിങ് ബാങ്ക് റോബറി. അതെന്താ എനിക്ക് കയറാൻ പറ്റാത്ത? എനിക്ക് കയറാൻ പറ്റുന്നില്ല. ആ ഡ്രസ് ഷോപ്പിലൊന്ന് വിട്ടേ. ഓ എന്തൊരു ശല്യം ഇത്. ചുമ്മാ ഒക്കെ ഇറങ്ങി അങ്ങ് പോവാ. പോട്ടോ ടീമും പോട്ട് 80 83 അല്ലേ? എവിടെയായിരുന്നു പറഞ്ഞേ നോക്കട്ടെ. 80 83 ആ കിട്ടി. അടിക്കാം. ആ എനിക്കറിയത്തില്ല. നീ എന്തിനാ പിന്നെ നടക്കുന്നത്? ഞാൻ കൊണ്ടല്ലോ കൂടെ ഉണ്ടോ? വണ്ടി ഓടിക്കാനും അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. അതെ പക്ഷെ ഒന്നും അറിയത്തില്ലെന്നേ ഉള്ളൂ. എല്ലാത്തിനും ഹോസ്റ്റേജ് ആയിരുന്നല്ലേ. ഓ ഹലോ. ഓ വേണ്ട നീ. ഓ നീ പെങ്കുവിനൊന്ന് ഗ്രീറ്റ് ചെയ്തേ. ഓ അല്ല പെങ്കുട് വേണം. ജോഹോനോ അടിക്കത്തില്ലോ.
ഇവനെ ചെത്തിയളഞ്ഞ. ഇവനെ എന്റെ കൂട്ടുകാരനാണ്. ആ എനിക്ക് കൂട്ടുകാരൊന്നുമില്ല സൂര്യാന്നൊക്കെ പറഞ്ഞ്. ഇവനെ ശബ്ദം കേൾക്കുമ്പോ എനിക്ക് ആരോ ഓർമ്മ വരുന്നു വൃത്തിയിട്ടവന്റെ. ആരോ ഇവനെ ആരോ എനിക്ക് ആരോ ഓർമ്മ വരുന്നു മനസ്സിലായോ? ഒന്നും പറയടാ പൊട്ട കുറെ നേറുകളും. ആരെയാ തോന്നുന്നുണ്ട് ഇത് എന്നിട്ട് ഇത് പറയത്തൂല്ല. ആ ഉണ്ണിവാണത്തെയാണ് ഓർമ്മ വരുന്നത്. ഇല്ല ഉണ്ണി പാടുന്നത് അവൻ്റെ ഇച്ചിരിയുടെ ഒരു എന്താ പറയാ ഇച്ചിരിയുടെ പിച്ചുള്ളൊരു വോയിസാണ്. ഗ്രീറ്റിംഗ്സ് ആർക്കാ കൊടുക്കണ്ടേ? പെങ്കിൻ തലയുള്ളവന്. പിങ്ക് ഡ്രസ് പെങ്കിൻ തലയ്ക്ക് എന്നാ എൻ്റെ അടുത്ത് പറഞ്ഞാൽ അടിച്ച് പൊട്ടിക്ക് ഞാൻ. ഞാൻ പോവാ ഹൊയ്യോ ഓ പറയാ ജോക്കാനൊരു എനിക്കറിയത്തില്ല. ഒരു ഗ്രീറ്റിംഗ്സ് വാങ്ങിച്ചു വെക്കടാ. അടി ഈ പരട്ട സാധനം ഞാൻ അടിച്ച് പൊട്ടിക്കൂടാ പറഞ്ഞു തരുന്നു. എനിക്കറിയാം ചേട്ടനെ മാനിക്കുന്നില്ല എന്നിട്ടാണ് എന്നോട് മാനിക്കാൻ പറയുന്നത്. ഇറങ്ങി തല്ലേട്ടാ. ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടായിട്ടാ. ഒന്നുകൂടി അക്സെപ്റ്റ് ചെയ്യാ. എൻ്റെ കണ്ണിൽ തൊട്ടിട്ട് പോലും ഇല്ല. ജിംബ്രു കയറ്. ആ അതാണ് എനിക്കറിയാം. പെട്രോൾ അടിക്കണം ഇവിടെ പെട്രോൾ പമ്പ് ഒന്നും ഇല്ലേ? ഇവിടെ എങ്ങാണ്ട് ഉണ്ടായിരുന്നല്ലോ റൈറ്റിലുണ്ട്. ഞങ്ങളൊന്ന് പെട്രോളൊക്കെ അടിച്ചിട്ട് വരാം. സിറ്റിയിലോ? എന്ത് സിറ്റിയില്? റോബർ ചെയ്യുന്നത് പറ്റുമെന്ന് തോന്നുന്നില്ലടാ. ആരും അടിച്ചുകൊണ്ടൊക്കെ ഇരിക്കുവാന്ന്. എന്തോ കൂൾ ഡൗൺ ഒക്കെ ഉണ്ടെന്നിട്ട്.
മോളവിടെ ഇല്ലേ? ചിത്രശൂർ. ഓക്കെ ഓക്കെ, അങ്ങോട്ട് വരാം. ഞാൻ ട്രൈ അന്ന് സാധനങ്ങളൊക്കെ തിരിച്ച് MG വെക്കട്ടെ. ഐസൊക്കെ കണ്ട്. ഇപ്പം ഇവിടെ എന്തെങ്കിലും ഇല്ലീഗലുണ്ടോടാ? ഈ ഹീലിങ്സ് ഒക്കെ ഇല്ലീഗലാണോ ഇവിടെ? അതെ ഹരിക്കും. എവിടെ പോണ്ടേ? അയ്യോ മുതക്ക് മുതക്ക്. ഓക്കെ. എന്താ പൊന്നെ. ഡാർക്ക് ആര്? ഹരി ഡാർക്ക് നമ്മളെ റെഡിയില്. ആ സാധാരണ കൂടെ ഡാക്സ് ആണോ? അല്ല, ഡാർക്ക് DK. അതിൻ്റെ ഞാൻ ഇറങ്ങട്ടെ. എന്നിട്ട് 77 ബെഞ്ച് ചാനല്ലേ നോക്കട്ടെ. ആ ചാബ്. ഓയ് ചാബ്. ഹുയ്യോ എന്താ സംഭവിച്ചത്? നിനക്കാ ചത്ത. ചാബ് ചാബ്. ഓയ് കിളവാ കിളവാ. എന്താടാ നിനക്ക്? നിർത്തി പോലില്ലല്ലോ വണ്ടി. ഇറങ്ങിയൊന്നുമില്ല, എന്റെ ഞാൻ ചത്തു. ആ കൊണ്ടുപോയി. ആരാ? ജോഹാൻ ആരാ? പെഗ് ബ്രോ. ചാബ് എവിടെ? എന്നോടാണോ പറയുന്നത്? എവിടെ ഉണ്ട്? ഗുഡ് ബോയ് ഗുഡ് ബോയ്. കണ്ടിന്യൂ. കൊടുത്തോ ചെവി നിറച്ചും കൊടുത്തോ. ഏ ചാബ് ആ ചാബ്. ഈ ജോഹാൻ ആരാ? ജോണി 2.0 പറഞ്ഞിട്ട് ഇത് വെജിറ്റയുടെ അപ്പർ എനിക്ക് തോന്നുന്നത് ജോണിയുടെ വെജിറ്റയുടെ ഹൈബ്രിഡ് ആണ്. ചാബ് എവിടെ പോയി? ചാബിനെ പിന്നെയും കാണുന്നില്ല. ആ കണ്ടു. എല്ലാ ഗ്രീറ്റിങ്സും അവിടെ പോയാൽ പണി കിട്ടും. യോ
റോക്കറ്റ് ലോഞ്ചറൊക്കെ. ചേച്ചി കൊല്ലല്ലേ ചേച്ചി, പാവ ചേച്ചി, ഒന്നും ചെയ്തിട്ടില്ല ചേച്ചി. അമ്മേ ആ സാബുണ്ണി ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു കേട്ടോ. ഇല്ല അയ്യോ അത് ചുമ്മാ തമാശക്ക് പറഞ്ഞാ മതി, അല്ലാണ്ട് സീരിയസ് ആയിട്ടൊന്നുമല്ല. അയ്യോ കൊന്ന് 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 എന്നോടാണ്, ഞാനൊന്നുമില്ല. ആ നമ്മളെല്ലാം കൊണ്ടേ. ഇനി നീ ഏതാന്ന് എനിക്കറിയത്തില്ല, വേറെ ഇറങ്ങി. ഇത് എന്തൊരു കഷ്ട. ഞാൻ ജോഹാൻ. കുടുംബമൊന്നുമില്ല. നമ്മളൊക്കെ ഒറ്റ പോലെ കുടുംബത്തിന് ജീത്തപ്പേരാവൂല. ചേച്ചി എന്നെ ഒന്ന് ചെല്ലി ചേച്ചി. അയ്യോ ഞാൻ പാവാടേ. ജിബ്രു രക്ഷിക്ക് ജിബ്രു, നമ്മളെ കൊല്ലുന്നൊക്കെ പറഞ്ഞു ജിബ്രു. ജിബ്രു നൈസായിട്ട് പുറകെ പോയി തോക്കെടുത്ത് അടിക്കി. സുരേ നിനക്ക് പേടിയില്ല സുരേ, ഒന്ന് പോ. എന്റെ അടുത്തല്ല പറഞ്ഞ, നിന്റെ അടുത്താ പറയാ. കണ്ടോ ഒറ്റയ്ക്ക് പോകാനാ പറഞ്ഞേ. മിക്കവാറും നമ്മൾ അതിന്റെ ഇടയ്ക്ക് ചാവും കേട്ടോ ഇങ്ങനെ പോയാ. താങ്ക് യു ചേച്ചി, താങ്ക് യു. സത്യം അയ്യോ പറഞ്ഞൊക്കെ പോന്നു. എന്താ ഷോക്കടിച്ചാ? മാറി നിന്ന ഷോക്കടിക്കും. കത്തിപ്പോയൊന്നും ഇല്ല. അയ്യോ പോയേ. സത്യം
ആ ഒടുവിലെ യാത്രയ്ക്കായെന്നും ഡാഡി ഡാഡി എടി ആൺകൊച്ചായിട്ട് ജനിക്കണം അതിനൊക്കെ. അയ്യോ എന്തോ പറയുന്നത്. കൊച്ചു പറയുന്നത് മനസ്സിലായി ഡാഡി ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്ത് തരാം. ഡാഡി ഇല്ലേ വന്ന് നിൽക്കുന്നതാ. ഇവ പുറക്കത്തല്ലേ ഇരുന്നേ? ഡേയ്, ഇങ്ങനൊക്കെ കഴിഞ്ഞാ എന്തേ കേക്കുണ്ട് ഡാഡിയാണ് ഈ നിക്കുന്നേ ഈ വെള്ള ഷർട്ട് വെള്ള 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 അത് ഭയങ്കര മോശമായി സത്യം മോശമേ ഉത്തരവാണ്. ഞാൻ DNA ടെസ്റ്റ് തെളിയുന്നവരെ ഡാഡി എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ നടക്കാം. ആ ഓ അതുകൊണ്ട് ഡാഡി എന്ന് പറയാൻ പറ്റില്ല. ആ സേഫ് സോണിൽ നിന്നെ ഇറങ്ങി കൊല്ലുന്നല്ലേ പറഞ്ഞിരുന്നേ? കൊല്ല് ചേച്ചി കൊല്ല് പരിപാടിയോ കൊല്ല് 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 ദേവ സേഫ് സോണിൽ നിന്നൊക്കെ ഇറങ്ങി വന്നു. ചത്ത് 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 അടിക്കാൻ കൂടി പഠിക്കണം. സവാസ് എടാ ദൈവമാടാ ഇപ്പൊ സാഷി ഒന്നും ഇടല്ലേ നീ കൊണ്ടുപോകും. ഓ ചവിട്ടിക്കോ താങ്ക് യു ബ്രോ താങ്ക് യു. ഞങ്ങളെല്ലാം മുതുക്കിലുണ്ട്. ഇവിടെ മുതുക്കിന്റെ പുറത്ത് യുദ്ധം. ഇവിടെ റോക്കറ്റ് ലോഞ്ചറൊക്കെ പിടിച്ചൊരു ചേച്ചി. ഓ താങ്ക് യു ബ്രോ താങ്ക് യു. മുട്ടയോ വരുവാന്ന് കിടന്ന് പിടയ്ക്കാതെ. എവിടെ? ഞാൻ ഇവിടെ ഉണ്ടോ? ആ ജോണി ആ വള്ളി നീ തന്നെ ഇങ്ങ് എടുത്ത് വെച്ചാൽ മതി കേട്ടോ. ഇവിടുത്തെ ഞങ്ങൾക്ക് തലയിലോട്ട് വെക്കണ്ട. അല്ലെങ്കിൽ അത് എനിക്ക് എന്തായാലും വരുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് വെറുതെ വള്ളി മേടിച്ച് വെക്കാം. എനിക്ക് വയ്യ. ഞാൻ ഒഴിവായിട്ടെങ്കിലും ഒരു സ്വൈര്യം കിട്ടും ഓർത്ത്. അണ്ണാ പെങ്കിന്റെ അവിടെ ഒരു വള്ളിയൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഓ മാറി ആ നല്ല തീരുമാനം. ഇവിടെ വേറൊരു LGHD TV ഉണ്ട്. പഠിച്ചിട്ടുണ്ടോ? ബ്യൂട്ടീഷ്യൻ ചെയ്യാൻ പഠിച്ചിട്ടുണ്ടോ? എന്നിട്ട് അതിന്റെ കൂടെ ഒന്നും കാണുന്നില്ലല്ലോ മുഖത്ത്. എത്തരുത്. അയ്യോ അത് കൊള്ളാന്ന്. അയ്യോ ഓ മറ്റേ ഉത്സവത്തിനൊക്കെ കെട്ടുകാഴ്ചയില്ലേ? ഉത്സവത്തിനൊക്കെ കെട്ടുകാഴ്ചയുണ്ട്. കെട്ടുകാഴ്ച മറ്റേ മേക്കപ്പ് ആർട്ടിസ്റ്റ് വരുമല്ലോ, അത് നടക്കില്ലേ? സത്യം ജോഹാനാരാ? ഞാൻ ജോഹാനല്ല.
അയ്യോ ചവിട്ടിയൊക്കെ ഇടുന്ന അവിടെ. ദേ ഇടിച്ചൊക്കെ കൊല്ലുന്നു. എന്റെ പൊന്നെ, കൊച്ചിനെന്തെങ്കിലും പറ്റിയ കൊല്ലും. ആ അടിച്ചടി ചേച്ചി, അത്രേ ഉള്ളൂ. കൊട്ട് കൊട്ട്, പൊട്ടിക്ക് പൊട്ടിക്ക്, അത്രേ ഉള്ളൂ. ആ അടി അടി അടി. ചേച്ചി അത്ര അടുത്ത് നിന്നിട്ടാ വീടാ. ഒരു കുഴപ്പമില്ല. പോലീസേ, ഇവിടെ ടെററിസം ടെററിസം. സാറേ ടെററിസ്റ്റ് ടെററിസ്റ്റ്. സുര സുര ആര് ആര്? കുഞ്ഞു കൊച്ചിനെയാണോ നീ തോക്ക് കാണിച്ച് പേടിപ്പിക്കുന്നത്? ചെറിയ കൊച്ചല്ലേ, തോക്ക് മാറ്റി വെക്ക്. കണ്ടോ, കൊച്ചു കൈ വരെ പൊക്കി. കൊച്ചിനെ അവിടെ കൊണ്ടുവന്നു. ഡേ 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 സാറേ, കൊച്ചിനെ കൊണ്ടുവന്നു സാറേ. ഓട് ഓട്, പുറകെ ഓട് പുറകെ ഓട്. ഡൈനി എന്ത് ചെയ്യണ? അണ്ണ വണ്ടി എടുക്ക വണ്ടി എടുക്ക. അടങ്ങി കണ്ട. മുതുക്കിന്റെ ഫ്രണ്ടിലുണ്ടാ വണ്ടിക്കകത്ത്. കൊച്ചിന്റെ പുറകെ വന്നു, കൊച്ചിന്റെ പുറകെ വന്നു. ഓശനൈവ ഓശനൈവ. പെങ്കിനെ ആ ബൈക്ക് ഇച്ചിരി സൈഡിലോട്ട് വെക്കാം, അല്ലെങ്കിൽ ഇടിച്ചിട്ട് ചത്തെന്ന് പറഞ്ഞു വരല്ലോ. പിന്നെ ഒന്നാമത് എന്റെ അറിയാലോ. ഡേയ് ഡേയ് എടാ അവരെവിടെ പോയി? ഉയ്യോ, ജോണി അവരെ കണ്ടോ നിങ്ങള്? സാബുണ്ട എവിടെ എവിടെ? ചാബ് ഓയ് അണ്ണൻ. ചാബ് അണ്ണൻ. ഓ അണ്ണനും നമ്മളിപ്പോ ഒന്നും വേണ്ട. ഇതെന്ത്? ഇതെന്ത് പറക്കുന്നു? അപ്പോൾ ഗൈസ് ഞാനെന്നാ ഇറങ്ങിയേക്കുവാണ്. ടാറ്റ ബൈ ബൈ, ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്. നമ്മളൊന്നും ആർക്കും മൈൻഡില്ലടാ. എടാ ഞാൻ ഇറങ്ങിയേക്കുക കുറേ സമയം. അപ്പോൾ ഇനി ഒരു 2-3 മാസത്തിൽ കാണാം. ടാറ്റ ബൈ ബൈ.
ഓ പോവാ. പോവാടാ പോവാ, കൊറേ ടൈമായി. എടാ സാബണ്ണൻ്റെ അടുത്ത് പറഞ്ഞേക്കെ ഞാൻ പോയെന്ന്. ആ എനിക്കറിയത്തില്ല, റേഡിയോയിലുണ്ട്, പക്ഷെ ആള് ഒന്നും പറയുന്നൊന്നുമില്ല. പറ്റല്ല.